വർഗീസ് ഒരുപാട് മാറിയ പോലെ തോന്നുന്നുണ്ട്. വർഗീസ് നല്ലോണം സംസാരിക്കും. ഇപ്പൊ നമുക്ക് ഭയങ്കര പ്യുവർ സോൾ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, ഭയങ്കര ജെന്യുവൻ ആയിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയൂടെ. എല്ലാം പറഞ്ഞുതരാം. മീൻസ് 5 പേരെ ഗ്യാങ്ങൊക്കെ പോയതുകൊണ്ട് അവളോട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പക്ഷെ ആ സമയത്ത് ഇത് വന്നോണ്ടാന്ന് തോന്നുന്നു. ഗായത്രിയാണ് എല്ലാത്തിനും കാരണം. എല്ലാത്തിനും ഞാൻ തന്നെ. ഓ ഗോഡ് എന്തോ സ്കൂളിൽ ബനിയനിടാതെയാണ് കൊറേ പറയാനുണ്ട്. എനിക്ക് കൊറേ കണക്കുകൾ ബാക്കിയുണ്ട്. പട്ടുപാടയും ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. സ്ഥിരം പട്ടുപാടയും ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. റെഡ് പട്ടുപാടയില് പടിക്കൂടെ നടന്നു പോകണ പണ്ട് കണ്ടേക്കുന്നത്. ഗായത്രി വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അമ്മ വൈബുള്ളത് ഗായത്രിയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഓർമ്മയുണ്ട്, എനിക്ക് അറിയില്ല. എന്താ പറയാ, ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിൽ പേടിക്കണുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ ഗായത്രിനെയാണ്. എന്റെ ക്രൈം പാർട്ട്ണർ ഗായത്രിയാണ്. എന്തെങ്കിലും ഉടായ്പകൾക്കൊക്കെ മെയിനായിട്ട് ഗായത്രിയാണ് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. നമ്മളെല്ലാവരുടെയും ഫ്രണ്ടായിരുന്നു വർഗീസ്. വർഗീസ് ശരിക്കും ഭയങ്കര സൈലന്റ് ആയിരുന്നു. സ്കൂളിൽ വെച്ചിട്ട് ഞാൻ വർഗീസിന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഗ്യാങ് എന്നുള്ള രീതിയിലാണ് ശരിക്കും വേണ്ടിയിരിക്കുന്നത്. കാരണം അവൻ്റെ സ്കൂളിൽ 10th അവൻ +1 അപ്പൊ 10th അവന്റെ ഫ്രണ്ട്സ് എന്റെ ക്ലാസ്സിൽ അങ്ങനെ ഞങ്ങൾ ഗ്യാങ് ആയി. അങ്ങനെയുള്ളൊരു ബന്ധം മാത്രം എനിക്ക് സ്കൂളിൽ വെച്ച് ഉണ്ടായിട്ടുള്ളൂ. ഭയങ്കര ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേർട്ട്, ഒന്നും മിണ്ടില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ വർഗീസ് ഒരുപാട് മാറിയ പോലെ തോന്നുന്നുണ്ട്. വർഗീസ് നല്ലോണം സംസാരിക്കും. ഇപ്പൊ നമുക്ക് ഭയങ്കര പ്യുവർ സോൾ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, ഭയങ്കര ജെന്യുവൻ ആയിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയൂടെ. എല്ലാം പറഞ്ഞുതരാം. ഗായത്രിയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോ ഇല്ല താൻ പറഞ്ഞു. ഞാൻ വർഗീസ് അബ്ബാസിനെ പറ്റി പറയാം. കാരണം വർഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. കാരണം അവന് ഒരു +1 വന്നപ്പോഴേക്കും അവന് ഭയങ്കര ഒരു സൈലന്റിലായിരുന്നു. എനിക്കിപ്പോൾ വർഗീസിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് അവൻ ആദ്യം കണ്ടൊരു വ്യൂ ആണ് ഓർമ്മ തന്നെ. അവനൊരു എൻ്റെ ക്ലാസ്സിലായിരുന്നു. അവനൊരു സെക്കൻഡ് ബെഞ്ചല്ല കസേരയിൽ അവിടെ മൂലക്ക് ഇരിക്കണമായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ കുഴപ്പമില്ലാത്തൊരു അങ്ങനത്തെ ഒരു ഇതിലാണ് കമ്പനി ആയത്. പിന്നീട് എന്താ പറയുക, അവനൊന്നും മിണ്ടില്ല. പക്ഷെ അങ്ങനെ അവൻ്റെ കാര്യം അവനോടൊക്കെ. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് അവനോട് കമ്പനി അടിക്കാൻ ആദ്യം തന്നെ തോന്നിയിരിക്കുന്നത് ഞാനായിട്ട് അങ്ങോട്ട് ചെന്ന് മിണ്ടാൻ ശ്രമിച്ചേക്കുന്ന ഒരു വ്യക്തികളിൽ ഒരെണ്ണമെന്ന് പറയുന്നത് വർഗീസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ +1 +2 അങ്ങനെ അവനൊന്നും മിണ്ടിയിട്ടില്ല. അവൻ്റെ ഒരു സ്വഭാവം എനിക്കറിയില്ല, അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നൊരു ഡിഗ്രി ഒക്കെ ആയപ്പോഴേക്കും മീൻസ് വർഗീസ് എന്ന് പറയുന്നത് ഒരു ആണ്ടിലും കൊല്ലത്തിലൊക്കെ കാണുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. വല്ലപ്പോഴൊക്കെ കാണും, അങ്ങനെ കാണാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അവനെ കൊല്ലത്തിലൊക്കെ കാണുള്ളൂ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനോട് കണ്ടാലും ഇല്ലെങ്കിലും അവനോട് കാര്യങ്ങളെല്ലാം പറയും. എൻ്റെ ലൈഫിലത്തെ ഒട്ടുമിക്ക കാര്യങ്ങളും അവന് നന്നായിട്ട് അറിയാം. എൻ്റെ ഒരു മീൻസ് അങ്ങനെ ഒന്നും ചെയ്യും. മീൻസ് വർഗീസ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഓവറായിട്ടൊന്നും എക്സ്പ്രസ് ചെയ്യില്ല. അവനൊരു സത്യസന്ധമായി പറഞ്ഞാൽ അവന് കുറച്ച് ഇമോഷൻലെസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കാരണം അധികം ഇമോഷൻസ് ഒന്നും അവനെ ചെയ്യില്ല. പക്ഷെ അവൻ്റെ ഇമോഷൻസ് അവൻ എങ്ങനെയാണ് കാണിക്കുന്നതെന്നുള്ളത് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. കാരണം ഞാനിപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ ഓരോരുത്തർ പഠിക്കുന്നതെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഞാനൊരു പഠിച്ചേക്കുന്ന ഒരു വ്യക്തി ആരാന്ന് വെച്ചിരുന്നത് വർഗീസ് ആയിരിക്കും. വർഗീസിന് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല. പണ്ടൊക്കെ അവനൊന്നും മിണ്ടൂലായിരുന്നു. ഞാനിപ്പോൾ ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അവൻ എന്നൊക്കെ പറയുള്ളൂ. ഇപ്പം പക്ഷെ അവൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അവനിപ്പോൾ സപ്പോസ് നമ്മളെ കാണാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കൂടി നല്ല കാര്യങ്ങൾ. ഇപ്പം എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാനിപ്പോൾ കുറേ സീക്രട്ടുകളൊക്കെ നമ്മളൊക്കെ അറിഞ്ഞാലും അത് നമ്മൾ ആദ്യം പോയി ഞാൻ പറയുന്ന വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് അല്ലാതെ അപ്പാർട്ട് ഫ്രം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വർഗീസ് ആയിരിക്കും. വർഗീസിന് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇപ്പം മറ്റേതാണ്. ഇപ്പം എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വർഗീസിന് അറിയാമെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ എന്താ പറയുക, അങ്ങനെ നല്ല ഇപ്പം അവനിവിടെ ഇല്ല. എന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും എന്താ പറയുക, ഇവിടെ വേറെ എന്താ പറയാണ്, ഏറ്റവും ഒന്നുമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ അത്ര ഉള്ളൂ. ഫൈനെടുത്തെടുത്തു താനെടുക്കണേ, ഞാനൊന്നും എടുക്കണ്ട. തനിക്കല്ലേ അതെ, ഇതിപ്പോ മിക്കവാറും ആരായിരിക്കും? 5. ഓക്കെ, 5നെ പറ്റി പറയുകയാണെങ്കിൽ 5 ഞങ്ങളിപ്പോൾ 8th തൊട്ട് വന്ന ആളാണ്. 5 നല്ലൊരു എന്താ പറയാ, നല്ലൊരു സോളാണ്. നല്ലൊരു ഡാൻസർ. ഞാൻ പറയട്ടെ, അഞ്ജുവിന് ചിലപ്പോൾ ഉള്ളിൽ കുറച്ച് സങ്കടം ഉണ്ടാവും കേട്ടോ. അത് എനിക്കതെപ്പോഴും തോന്നിയേക്കുന്ന കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് ആ സമയത്ത് ഇത്രയും മെച്ചൂരിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. കാരണം അഞ്ജുന എന്താ പറയുക, അഞ്ജുനെ നമ്മൾ
കുറെ മീൻസ് അതല്ല ഉദ്ദേശിച്ചത്. ഞാനൊന്നും പുള്ളി ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. മൊത്തത്തിൽ കുറച്ച് അങ്ങനത്തെ സീനൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പൊ പക്ഷെ ഇപ്പൊ അതെല്ലാം എല്ലാവരുടെയും കോൺസെപ്റ്റുകളൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം നമ്മളില് കുറെ ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ നല്ലോണം ബുള്ളി ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ അതൊന്നും അല്ല. അവൾ അടിപൊളിയാണ്. അവൾ നല്ല ഡാൻസറാണ്. ഏറ്റവും നല്ലൊരു ഡാൻസർ അവളാണ്. പിന്നെ അതുകൂടാതെ എന്താ പറയുക കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവളോട് എനിക്ക് സങ്കടം വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം +1 ആയപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരുമായിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ആ ഒരു സമയത്ത് 8th 9th 10th ഞാനും മഞ്ജുവും ആനും കൂടിയായിരുന്നു. ഞാനും മഞ്ജുവും കൂടിയായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് കൂടുതലും. ഫാരും ഉണ്ടായിരുന്നു. പക്ഷേ +1 ആയപ്പോഴേക്കും അതങ്ങോട്ട് മീൻസ് 5 വേറെ ഗ്യാങ്ങൊക്കെ ആയിട്ടൊക്കെ പോയതുകൊണ്ട് അവളോട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് അത് ഭയങ്കരമായിട്ട് എപ്പോഴും മിസ്സിങ് ചെയ്യണ ഒരു സംഭവമാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്തുള്ള ഒരു ഇതിലൊന്നും ഇപ്പൊ കുറേ കൂടി ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്, എല്ലാം ഉണ്ട്. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അഞ്ജുവിനെ ഞങ്ങൾ പിന്നെയും ആ ഒരു മേ ബി ആ ഒരു സമയത്ത് നമ്മൾ അത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ എന്തിനാ അങ്ങനെ ഒരു കാര്യമൊന്നും ഉണ്ടായില്ല ആ സമയത്ത്. ഇത് വന്നോണ്ടാന്ന് തോന്നുന്നു. ഗായത്രിയാണ് എല്ലാത്തിനും കാരണം. അഞ്ജുവിന്റെ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു മൂവ്സ് ചെയ്തേക്കുന്നത് വേറെ ആരുമില്ല. അടിപൊളി ഡാൻസറാണ്. ഓ അങ്ങനെ ചിന്തിക്കുന്നു. അടുത്തത് ഞാൻ മീ ഓ ഗോഡ് എന്തോ അങ്ങനെ കിട്ടാൻ ചാൻസില്ല. അത് തന്നെ. ഓക്കെ, എനിക്ക് കിട്ടിയത് ആര്യനെയാണ്. ആര്യൻ ഇതേപോലെ ഞങ്ങളുടെ ഒപ്പം ഒരുമിച്ച് പഠിച്ച എന്റെയും ജിൽസന്റെ ഒപ്പം സെയിം ക്ലാസ്സിലായിരുന്നു ഞങ്ങള്. എന്താ നിങ്ങക്ക് പറയേണ്ടത്? ആ വ്യക്തിനെ പറ്റി പറ. ആര്യൻ ആക്ച്വലി അടിപൊളി വ്യക്തിയാണ്. ശരിക്കും അടിപൊളി വ്യക്തിയാണ്. ഫ്രണ്ട്ഷിപ്പായിട്ട് അടിപൊളിയാണ്. മീൻസ് എന്തും പറയാട്ടോ, എന്തും ഒരു ജഡ്ജ്മെന്റിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ്. ആര്യനെ പറ്റി പറയാനാണെങ്കിൽ ആര്യൻ ഞാനിവിടെ കുറെ ഇൻസിഡന്റ് ഒക്കെ സ്കൂളിലൊക്കെ അപ്പൊ അങ്ങനെ ആര്യനായിട്ട് നല്ല കമ്പനി ആയിരുന്നു. അവനോട് ഞാൻ പണ്ട് ആര്യനെ പറ്റി ആര്യം പറയാനാണെങ്കിൽ അവൻ ആര്യം സ്കൂളിൽ ബനിയനിടാതെയാണ് വന്നിട്ട്. അപ്പൊ ഞാൻ വൈറ്റ് ഷർട്ടിന്റെ ഉള്ളിൽ ബനിയൻ ഇട്ടിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നീ ബനിയൻ ഇട്ടിട്ടില്ല. അങ്ങനെ ഞാൻ പള്ളി ചോദിച്ചത്. ഇപ്പോഴും ഷർട്ടിന്റെ അകത്ത് ബനിയൻ ഇട്ടിട്ടാ ഞാൻ കറക്റ്റ് ചെയ്ത് ജൂണൊന്നല്ല കുറച്ച് ആ ഒരു സമയത്ത്. പിന്നെ അതുകൂടാതെ അവനിപ്പോ ഇങ്ങനെ വന്നതിന് മീൻസ് ആര്യനെ ഞാനും കോണ്ടാക്ട് ഉണ്ടാവാറില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞ പിന്നെ ഞങ്ങള് ഇന്നലെ കണ്ടവര് മീൻസ് എനിക്കും അങ്ങനെ തന്നെയാ. എന്നെ കുറച്ചാൾ മുന്നേ അവൾ സംസാരിച്ചപ്പോ അവന് ജീവിതകഥ മൊത്തം പറയുന്നുണ്ട്. പക്ഷെ കൊറേ കൊല്ലങ്ങളായിട്ട് മിണ്ടിയിട്ടുണ്ടാവില്ല. ആരാ? ഗായത്രി. എന്ത് പറയുന്നതിനെ പറ്റി? ഗായത്രി ശരിക്കും +1 വന്ന സമയത്ത് എനിക്ക് അത്ര ഗായത്രി നേരത്തെ എൻ്റെ പറഞ്ഞില്ലേ അതേപോലെയൊക്കെ തന്നെയാ. വന്ന സമയത്ത് അത്രക്ക് കമ്പനിയൊന്നും ഇല്ല. എന്നാലും നമ്മൾ പയ്യെ ഗ്രാജുവലി ജിൽസേട്ടായിരുന്നു അവള് കമ്പനി. ഇവരൊരേ ക്ലാസ്സിലായിരുന്നു. കൊറേ പറയാനുണ്ട് എനിക്ക്, കൊറേ കണക്കുകൾ ഗായത്രി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഗായത്രി ഇന്നത്തെ ഗായത്രി എനിക്ക് തോന്നുന്ന കാര്യം ഗായത്രി ഭയങ്കര പൊട്ടിയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട്. പക്ഷെ ഇപ്പൊ ഗായത്രി കുറച്ചും കൂടെ അടിപൊളിയാണ്. കുറച്ചും കൂടെ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറെ ഗായത്രി വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ തോട്ട്സും കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഫുള്ളി ആയോ എന്നുള്ള രീതിയിലല്ല, പക്ഷെ എന്നാലും കുറെ കാര്യങ്ങളിൽ പണ്ടുണ്ടായിരുന്ന കോൺസെപ്റ്റും മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഗായത്രി മാറി കുറെ. പിന്നെ ഒരുപാട് ആൾക്കാരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെ ലിസ്റ്റ് ഇട്ടപ്പോ ഫ്രണ്ട്സിന്റെ നമ്പർ പേടിച്ചു. കാരണം അത്ര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്ക് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. കാരണം അത്രയും മെയിൻറ്റെയിൻ ചെയ്യണുണ്ട് ആള്. അവളായിട്ട് മെയിൻറ്റെയിൻ അവളെ എനിക്കൊന്ന് അവളായി ഇങ്ങോട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി. അവളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് അവള് വേണം എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഓറ കിട്ടില്ല, ഒരു പോസിറ്റീവ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക്
പറയണ്ട, എനിക്കും അറിയില്ല. അത് തന്നെ മറ്റേ സീന. ഗായത്രി എന്ന് പറയണത്, ഗായത്രിനെ സത്യം പറഞ്ഞ് ഗായത്രി എൻ്റെ നെയ്ബറിൻ്റെ കസിനാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിനാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്കും ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ മീൻസ് ഞങ്ങൾ +1 വന്നപ്പോഴേക്കും ഗായത്രിനെ ഞാൻ ചെറുപ്പത്തിനെ ഇപ്പോഴുള്ള ഗായത്രി അല്ല, ഞാനൊരു 5-ൽ 6 പഠിക്കുമ്പോഴേക്ക് വഴി കൂടെ കസിൻ മീൻസ് അല്ലാത്ത സമയത്താണ്. ആ സമയത്ത് എന്തായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഗായത്രി നല്ല പ്രായത്തില് ചെറുപ്പത്തിലത്തെ സമയത്ത് ഈ ഒരു ലുക്കൊന്നും അല്ല. പട്ടുപാടയും ബ്ലൗസ് ഇട്ടിട്ടുണ്ട്, സ്ഥിരം പട്ടുപാടയും ബ്ലൗസ് ഇട്ടിട്ടാണ് റെഡ് പട്ടുപാടയിൽ വഴിക്കൂടെ നടന്നു പോകണ പണ്ട് കണ്ടേക്കുന്നത്. അന്ന് കണ്ട ഓർമ്മയിൽ കഴിഞ്ഞിട്ട് പിന്നെ കണ്ടേക്കണത് ക്ലാസ്സിൽ വന്നിട്ട്. പക്ഷെ വന്നപ്പോ തന്നെ ഞങ്ങൾ പിന്നെ അത് ശ്രദ്ധിക്കും. പിന്നെ മുടിയൊക്കെ പിന്നീട് ഗായത്രി അവിടുത്തെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ ടെക്നിക്കൽ സ്കൂള്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞങ്ങളുടെ കൂട്ടത്തിലൊരു അമ്മ വൈബുള്ളത് ഗായത്രിയാണ്. ഇനി ഞാൻ ഇത്രയും പറഞ്ഞത് ഗായത്രിനെ മീറ്റ് ചെയ്തു. ഈ ഗായത്രിനെ പറ്റി പറയാനാണെങ്കിൽ +1 +2 വെച്ച് ഗായത്രിനെ കുറെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ ശരിയാവല്ല. ഗായത്രി എനിക്ക് പട്ടിവല തന്നിട്ടുണ്ട്. കാരണം എന്നെ ഒരു ചിലര് പറഞ്ഞെന്നും പറഞ്ഞ് എന്നോട് മിണ്ടാതിരുന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ സങ്കടപ്പെട്ട് ഞാൻ പറയും, ലൈഫ് ലോങ് പറയും. കാരണം അത്ര ചെറ്റ സ്വഭാവം കാണിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് ഗായത്രി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞ ആൾക്കാരും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗായത്രി നമ്മളോട് എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ള ക്ലോസ് ആയി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ടാണ് ഞങ്ങൾ പിന്നെ ഇവർ രണ്ടുപേരും വീട് അടുത്തായിരുന്നു. എൻ്റെ വീടാണ് ദൂരെ. ആ ദൂരെയുള്ള ഫ്രണ്ട് ഞാൻ. പക്ഷെ അതോടുകൂടി ഗായത്രിയുടെ പിന്നെ ഗായത്രി ഗ്രാജുവലി ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ക്ലോസ് ആയി വന്നേക്കുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള ഞങ്ങളുടെ ബോണ്ടിങ്ങില് ശരിക്കും എനിക്ക് തോന്നുന്നു ഗായത്രിയുടെ ഫ്രണ്ട്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗായത്രി നിലനിന്നേക്കുന്ന പോയേക്കുന്ന ഫ്രണ്ട്സിലുള്ളത് ഞങ്ങളാണെന്നാണ്. ഗായത്രിയായിട്ട് എഫോർട്ട് ഇട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ശരിക്കും ഞങ്ങളായിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഗായത്രിയുടെ അടുത്ത് ഇങ്ങോട്ട് എഫോർട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഗായത്രിക്ക് ഈ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിൽ പേടിക്കണമെങ്കിൽ എന്നെക്കാളും കൂടുതൽ ഗായത്രിനെയാണ്. എന്നെ താനത് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്നാ ഞാൻ ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞ പട്ടി വിലയാണ് ഗൈസ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് മനസ്സിലാവുന്ന സത്യം അത്. അപ്പൊ അങ്ങനെ അപ്പൊ ഗായത്രി എന്ന് പറയണത് ഭയങ്കര ഇപ്പൊ നല്ല രീതിയിലുള്ള എന്താ പറയാ നല്ല കാര്യങ്ങളെ പറ്റി കുറെ നല്ല കാര്യങ്ങളൊക്കെ പറയും. നല്ല കാര്യങ്ങളെ പറ്റി നല്ല കാര്യം പറയും. അങ്ങനെയല്ല, കുറെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏത് സമയത്തും ഓടിയൊക്കെ വരും. അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ ആളിവിടെ ഇല്ല, അതാണ് ഒരു പ്രശ്നം. അല്ലെങ്കിൽ എൻ്റെ ക്രൈം പാർട്ട്ണർ ഗായത്രിയാണ്. എന്തെങ്കിലും ഉടായ്പകൾക്കൊക്കെ മെയിനായിട്ട് ഗായത്രിയാണ് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളതും എല്ലാത്തിലും ഉള്ളത്. മറ്റേ സീനാണ് നമ്മള് ടൈമും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇന്ന ദിവസം നമുക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണം. ആയതുകൊണ്ട് ഗായത്രി നമുക്ക് ഇപ്പൊ എവിടെയെങ്കിലും പോകുന്നത് അപ്പ സെറ്റാണ്. ഒരു ഓടാന്ന് പറഞ്ഞാൽ ചാടാന്ന് പറഞ്ഞാലും ആള് സെറ്റാണ്. അങ്ങനത്തെ ഒരു ആളാണ് ഗായത്രി. അപ്പൊ അങ്ങനെ നല്ലൊരു ഇതാണ് ഗായത്രി. എന്താണ് അടുത്ത ഞാനാണ് എടുക്കേണ്ടത്. രോഹിത് എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. നമ്മളെല്ലാവരുടെയും ഫ്രണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരും നല്ലൊരു ഫ്രണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു ഫ്രണ്ടായിരുന്നു അവൻ. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ അത്രയും അവന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. പക്ഷെ നല്ലൊരു എന്താ പറയാ, പക്ഷെ ഉള്ള സമയത്ത് നമുക്ക് ഈ പറയുന്ന എല്ലാവരെക്കാളും കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി വരുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ടായിരുന്നു. എന്ത് പ്രശ്നം വേറെ സ്വന്തം കാര്യമൊന്നും അങ്ങനത്തെ ഒരു സംഭവം കോൺസെപ്റ്റ് ഇല്ല. സ്വന്തം കാര്യം ഒരു കോൺസെപ്റ്റ് ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി എന്ത് വേണേലും ചെയ്യുന്ന ഒരു ഫ്രണ്ടായിരുന്നു അവൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്കൂളിലത്തെ മിക്ക തല്ലുകളുടെ കാര്യങ്ങൾക്കും അറിയാൻ പറ്റും. സ്കൂളിൽ പറയാൻ പറ്റും. സ്കൂളിൽ തല്ലൊക്കെ ഉണ്ടാവണതിനൊക്കെ മെയിൻ കാരണം രോഹിത്തായിരുന്നു. പിന്നെ എന്താ പറയാ, കുറച്ച് എന്താ പറയാ റോൾ കളിച്ചൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് രോഹിത്തിന് കള്ളത്തരം കാണിച്ച് ജീവിക്കാൻ പറ്റില്ല. കള്ളത്തരം ആരെങ്കിലും ഒക്കെ പൊക്കും, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. കള്ളം പറയുന്നതാണ് അവന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അത് മാത്രം രോഹിത്ത് മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാക്കും. ഫ്രണ്ടാണ്. ആസ് എ ഫ്രണ്ട് ഹീസ് വെരി ഗുഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടായിട്ടുള്ള സമയത്ത് നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെന്താ പറയാ, ഇപ്പൊ ഇവിടെ ഇല്ല എന്നാലും നല്ലൊരു ഫ്രണ്ടാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതോടുകൂടി ഞങ്ങളുടെ ഈ സെഗ്മെന്റ് പാർട്ട് 1 തീരുന്നതാണ്. ഓക്കെ, പാർട്ട് 2 ഉണ്ട് കേട്ടോ. ഇല്ലാത്തവരായിരിക്കും പാർട്ട് 2. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ടു മൈ. ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ബൈ ബൈ ഗൈസ്.